സ്കൂൾ വിദ്യാർത്ഥിനി, അതായത് 17 വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞു. എനിക്ക് ചിരിയാണ് വരുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ 21 വയസ്സ് 23 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നത് തന്നെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും പ്രായം വരെ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തി അച്ചടക്കത്തോടെയും ഒതുക്കത്തോടെയും ബഹുമാനത്തോടെയൊക്കെ വളർന്ന് അന്നൊന്നും ഇതുപോലെ ഓടിപ്പോകുന്നതോ ഗർഭിണിയാവുന്നതോ അങ്ങനെയൊന്നും ഞാനധികം കേട്ടിട്ട് പോലുമില്ല. അധികവും നല്ല കേട്ടിട്ടില്ല. ഇപ്പം 17 വയസ്സാവണ്ട, 15 വയസ്സാവണ്ട, അതിനു മുമ്പ് അങ്ങ് പ്രസവിക്കുകയാണ്. ഈ 1 വർഷം വരെ അല്ലെ 8 മാസം വരെ അല്ലെ 9 മാസം വരെ ഒരു കുട്ടിയെ വയറ്റിലിട്ട് കൊണ്ടു നടക്കുമ്പോൾ വീട്ടുകാരറിയില്ലേ? ഈ മകൾക്കൊരു വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ മകളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുമ്പോൾ, ഫുഡ് കഴിക്കുന്നതിൽ വ്യത്യാസം വരുമ്പോൾ, ഛർദിലുണ്ടാവുമ്പോൾ, വയറ് വലുതാവുമ്പോൾ, ഒന്നും അല്ലെങ്കിലും വയറ് വലുതാവുമ്പോൾ മനസ്സിലാവില്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? 17 വയസ്സുള്ള മകൾ പ്രസവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താ അല്ലേ കഥ? കുറ്റം ആർക്ക് വരും? പയ്യന് വരും. കാരണം പയ്യനാണല്ലോ കുട്ടിയെ കൊടുത്തത്. എങ്ങനെ കൊടുത്തു? കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു കുട്ടിയെ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. കയ്യിൽ കുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നാ നീ പ്രസവിച്ചോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടുപേരും കൂടെ തമ്മിൽ ഇണചേർന്നപ്പോൾ ഉണ്ടായതല്ലേ ആ കുട്ടി, അല്ലേ? സപ്പോസ് ഒന്ന് കറങ്ങാൻ വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്നും, ഒന്ന് അടുത്തിരിക്കാമെന്ന് പറയുമ്പോൾ എന്തിനാണ് അടുത്തിരിക്കാമെന്ന് പറയുന്നതെന്നും, ഒന്ന് കൈയിൻ്റെ വിരൽത്തുമ്പിലൊന്ന് തൊടുമ്പോൾ എന്തിനാണ് തൊടുന്നതെന്നും, അല്ലെങ്കിൽ ഒരു കിസ് വയ്ക്കുമ്പോൾ എന്തിനാണ് ഉമ്മ വെക്കുന്നത്, വേറെന്താണ് പിന്നീട് സംഭവിക്കാൻ പോകുന്നതെന്നും ഇവൾക്ക് മനസ്സിലായില്ലേ? ഈ 17 വയസ്സുള്ള കുട്ടിക്ക് പ്രണയിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, കെട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ ചേർന്ന് കിടന്നാൽ അല്ലെങ്കിൽ റൂം എടുത്താൽ ഒരു കുട്ടി ഉണ്ടാവും എന്നറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ കേസ് ആരുടെ മേൽ വരും? ആ പയ്യൻ്റെ മേൽ വരും. കാരണം പ്രായപൂർത്തിയാവാത്ത പയ്യൻ കുട്ടിയെ പീഡിപ്പിച്ചു. 2 പേര് ചെയ്ത തെറ്റാണ്, ഒരാൾക്ക് മാത്രം ശിക്ഷ. അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2 പേരും കൂടെ ഇണചേർന്നപ്പോൾ ഉണ്ടായതാണ് ആ കുട്ടി, അല്ലേ? ഇണചേരാതെ എന്തായാലും ഉണ്ടാകത്തില്ല. ഒരു റൂം എടുത്ത് അല്ലെങ്കിൽ കാട്ടിലാവട്ടെ, അല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റിലാവട്ടെ, അല്ലെങ്കിൽ വാഴപ്പണയിലാവട്ടെ, അല്ലെങ്കിൽ വീട്ടുമുറ്റത്താവട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ മുറിയിലാവട്ടെ, എവിടെയോ ആവട്ടെ, 2 പേര് തമ്മിൽ ഇണചേർന്നപ്പോൾ ഉണ്ടായതാണ് ആ കുട്ടി. അവൾ പ്രഗ്നൻ്റായി. 17 വയസ്സിൽ പ്രസവിച്ചു എന്നുണ്ടെങ്കിൽ ഒരു 16 വയസ്സിൽ പ്രഗ്നൻ്റായി കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് 18 വയസ്സിൽ പോലും ഒന്നും അറിയില്ല. കല്യാണം എന്താണ്, കെട്ടിപ്പിടിച്ചാൽ കുട്ടി ഉണ്ടാവുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാനൊരു മണ്ടി. കെട്ടിപ്പിടിച്ചാൽ കുട്ടി ഉണ്ടാവും, ഇതേ എനിക്കറിയുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്, കെട്ടിപ്പിടിച്ചാൽ കുട്ടി ഉണ്ടാവും. കെട്ടിപ്പിടിച്ചാലല്ല കുട്ടി ഉണ്ടാവുന്നത്, കൂടെ കിടന്നാലാണ് കുട്ടി ഉണ്ടാവുന്നതെന്ന് മനസ്സിലായത് പിന്നീടാണ്, വളരെ വൈകി. ഇവളുമാർക്കൊക്കെ അറിഞ്ഞൂടെ പ്രണയിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചാൽ കുട്ടി ഉണ്ടാവുമെന്നൊക്കെ അറിഞ്ഞൂടെ? ഇതെന്താണിത്? കുട്ടി വന്നു കഴിഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞു, കൊച്ചിലെ അമ്മയായി കഴിഞ്ഞു. പക്വത എത്തിയിട്ട് വേണം പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ ഒരു അമ്മയാവാനെങ്കിൽ കുട്ടിയെ എങ്ങനെ വളർത്തണം, കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണം, കുട്ടിയെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറുപ്രായത്തിലൊരു കുട്ടി ഉണ്ടായാൽ കുട്ടിയെ വളർത്താൻ പോലും നമുക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കളിക്കേണ്ട പ്രായത്തിൽ, നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മുടെ കയ്യിൽ ഒരു ഭാരം ഏറി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നോക്കാനുള്ള ചുമതല ഏറി വരുമ്പോൾ നമുക്ക് ഒന്നിനും പറ്റത്തില്ല. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും എനിക്കറിയില്ല കുട്ടിയെ എങ്ങനെ വളർത്തണം, ഏത് ലെവലിൽ അതിനെ പരിപാലിക്കണമെന്നും അറിയില്ല. നമ്മുടെ ചെറുപ്രായമാണ്. 17-16 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ അത്രമേൽ നോക്കുന്നൊരു അമ്മൂമ്മ വേണം, അല്ലേ ആ കുട്ടിക്ക്? എങ്കിലൊക്കെ. കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു. 17 വയസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ കുട്ടി പ്രസവിച്ചു. ഈ അമ്മ എവിടെ പോയിരുന്നു കുട്ടി പ്രസവിച്ചപ്പോൾ? എനിക്കറിയില്ല. കുട്ടിക്ക് അമ്മ ഉണ്ടോ അച്ഛനുണ്ടോ അതൊന്നും എനിക്കറിയില്ല. കുട്ടി പ്രസവിച്ചെന്നിങ്ങനെ ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു. എന്നാലും അത് ചെയ്യാനുള്ളൊരു ധൈര്യം. കിടന്നപ്പോൾ ഭയങ്കര സന്തോഷവും സുഖമൊക്കെ ഉണ്ടായിരുന്നു ഇണ ചേർന്നപ്പോൾ. കുട്ടി ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ പ്രശ്നം. ഇനി ആ പയ്യൻ്റെ മേലെ പരാതി വരുള്ളൂ. കാരണം പയ്യൻ കൊണ്ട് കൊടുത്തതാണല്ലോ കുട്ടി, അല്ലാതെ ഇവളറിഞ്ഞുകൊണ്ട് കുട്ടി ഉണ്ടായതല്ല. മനസ്സിലായില്ലേ? 2 പക്ഷമാണ് ഇവിടെ വരുന്നത്. 2 പേരും ഒരുമിച്ച് തെറ്റ് ചെയ്താലും ഒരാൾക്ക് മാത്രമേ ശിക്ഷ വരുള്ളൂ. പയ്യൻ്റെ ഫോട്ടോയും വെളിയിൽ കാണിച്ച് പയ്യനെ ആഘോഷമായിട്ട് കൊട്ടും കുരവയായിട്ട് കൊണ്ടുപോകും. പെണ്ണിൻ്റെ മുഖവും കാണിക്കില്ല, പെണ്ണിനെ പൂ പോലെ ഒളിച്ചു വയ്ക്കും. അതെന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ആവശ്യമേ ഇല്ല. 2 പേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേര് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം.
കുട്ടിയും അമ്മയും അപ്പുറത്തെ സെൻട്രൽ ജയിലിൽ കിടക്കട്ടെ, കുട്ടി കൊടുത്തവൻ ഇപ്പുറത്തെ സെൻട്രൽ ജയിലിൽ കിടക്കട്ടെ, അല്ലേ? രണ്ടുപേരും ഒരേപോലെ ശിക്ഷ അനുഭവിക്കട്ടെ. സുഖിച്ചപ്പോൾ രണ്ടുപേരും ഒരുപോലെയല്ലേ സുഖം കണ്ടെത്തിയത്? അപ്പം ദുഃഖം വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ദുഃഖിക്കട്ടെ, അല്ലേ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ചു വിടുക, അല്ലേ? എന്താ അല്ലേ? കാലം മാറി. മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം. കുട്ടികളെ വിശ്വസിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറക്കി ഒറ്റയ്ക്ക് വിടാൻ പറ്റുന്നില്ല. ചിന്തകളാണ്, ബുദ്ധിമുട്ടുകളാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. നിമിഷ നേരം കൊണ്ടാണ് മാറി പറയുന്നത്. വേണ്ടാത്തവർക്ക് കുട്ടിയും വേണമെന്നുള്ളവർക്ക് കുട്ടിയുമില്ല. നേർച്ചയിട്ട് തൊട്ടിൽ കെട്ടി വഴിപാട് കഴിക്കുന്നവർക്ക് കുട്ടിയില്ല. ആവശ്യമില്ലാത്തവർക്ക് കുട്ടിയെ വാരിക്കോരി കൊടുക്കുക. ഇവിടെയാണ് ഞാൻ ചോദിച്ചു പോകുന്നത്, ദൈവമുണ്ടോ എന്ന്. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ദൈവമുണ്ടോ എന്ന് ചിലപ്പോൾ ഞാൻ ചോദിച്ചു പോകും. കാരണം ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പകാലം തിരിച്ചു തരാൻ പറഞ്ഞാൽ തരില്ല. വേറെ എന്തെങ്കിലും നമ്മൾ 500 രൂപ ചോദിച്ചാൽ 1000 ചോദിച്ചാൽ 500 തരും, 1000 തരില്ല. ഇതാണ് ഇവിടെയാണ് ദൈവമുണ്ടോ എന്ന് ചിലപ്പോൾ ഞാൻ ചോദിച്ചു പോകും. ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മളറിയാതെ ചോദിച്ചു പോകും. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഒരിക്കലും താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്. നമ്മുടെ മക്കൾക്കുണ്ടായാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? അപ്പോൾ മറ്റൊരു കുട്ടിക്ക് ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെ പോലെ തന്നെ നമുക്കതൊരു വേദന തന്നെയാണ് ശരിക്കും ഈ വന്നിരിക്കുന്നത്. എന്താ അല്ലേ? കുട്ടികൾ എത്ര വേഗമാണ് വളർച്ച എത്തുന്നത്, എത്ര വേഗമാണ് അവരുടെ മനസ്സ് മാറിപ്പോകുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കും അറിയില്ല. പിന്നൊരു കാര്യമുണ്ട്, അമ്മമാർക്കൊരു മൊബൈലും ഒരു മുറിയും, അച്ഛനൊരു മൊബൈലും ഒരു മുറിയും, മക്കൾക്കൊരു മൊബൈലും ഒരു മുറിയും. മക്കൾ എന്തോ ചെയ്യോ? കഥ അടച്ചിട്ടിട്ടാണ് പഠിക്കുന്നത്. എന്തോ ചെയ്യോ? പഠിക്കുക അമ്മ. പഠിക്കുന്ന ബുക്കിനകത്തുണ്ട് മൊബൈൽ, ചാറ്റിക്കൊണ്ടിരിക്കുക, വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ കുട്ടി ഉണ്ടാവാതിരിക്കും? കാലം മാറിപ്പോയി. ഈ ഇൻ്റർനെറ്റും ഈ മൊബൈലും സംവിധാനങ്ങളും വന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. മാരമായ രോഗങ്ങൾ ഉണ്ടാകുന്ന ഈ മൊബൈലിൽ നിന്നാണ് വൈറസ് കയറുന്നത്. ഞാൻ നോക്കിയിട്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മൊബൈലും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഒരു ഏരിയയിൽ ഒരു ലൈൻ ഫോൺ കാണും, ഏതെങ്കിലും ഒരു വലിയ വീട്ടിൽ ഒരു ലൈൻ ഫോൺ. ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അത്രയും മൈലൊന്നീ നടന്നു പോകണം. അന്ന് ആട്ടകളൊന്നും അധികം ഇല്ല, ആട്ടയൊക്കെ വളരെ റെയറാണ്. സൈക്കിളാണ് കൂടുതലും എല്ലാവർക്കും, പിന്നെ ബസ്സും ലോറി ഇതൊക്കെയാണ്. നടന്നാലേ ടെമ്പോ ഇങ്ങനെയൊക്കെ നടന്നു പോകണം ആ ലൈൻ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട്. അവിടെ പോയി കാത്തു കെട്ടിയിരിക്കണം, പിന്നെ അവർ വിളിക്കുന്നത് നോക്കി. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഒരു ഏരിയയിൽ ഒരു വീട്ടിൽ ഒരു TV. ഇന്ന് അങ്ങനെയല്ല. ഒരു വീട്ടിൽ 10 മുറി ഉണ്ടെങ്കിൽ 10 മുറിയിലും 10 TV-യാണ്. കാരണം 10 പേര് കാണുന്നതും 10 രീതിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഇതെന്തായിത്തീരും? ലോകം അവസാനിക്കാറായി. എവിടെ ഇച്ചിരി അവസാനിച്ചിട്ട് ആരും പഠിക്കുന്നില്ല. ഉരുൾപൊട്ടൽ വന്നു, ഭൂമി ഉലുക്കം വന്നു, ആരും പഠിച്ചില്ല. ഇനി ലോകം അവസാനിച്ചാലും ആരും പഠിക്കാനും പോണില്ല. മനസ്സിലായില്ലേ? മനുഷ്യർ വല്ലാതെ ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെന്തെപ്പം എവിടെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇതൊക്കെ കാണുമ്പോൾ. എന്ത് പറയണമെന്ന് പോലും മനസ്സിലാകുന്നില്ല.